ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സൗഖ്യവും ഇന്നത്തെ ദിവസം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു സാബത്ത് ദിനത്തിലും രോഗികളെ സുഖപ്പെടുത്തിയതായി എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് അനേക വ്യക്തികൾ രോഗം കാരണം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ രോഗത്തിന് ഒരു ശമനമുണ്ടാകുവാൻ, രോഗത്തിന് പരിപൂർണ സൗഖ്യമുണ്ടാകുവാൻ, സൗഖ്യദായകനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങളുടെ സൗഖ്യത്തിൻ്റെ നാഥനാണ്. ഇന്ന് രോഗികളായ എല്ലാവരും ആ രോഗം ബാധിച്ച സ്ഥലത്ത്, ശരീരഭാഗത്ത് കൈകൾ തൊട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൈകൾ നിങ്ങളുടെ ആ ശരീരഭാഗത്തിൽ, നിങ്ങൾ തൊട്ടിരിക്കുന്ന ആ കൈകളിൽ കർത്താവിൻ്റെ കൈകൾ സ്പർശിച്ച് നിങ്ങൾക്ക് അത്ഭുത സൗഖ്യമുണ്ടാകും. മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. സാബത്ത് ദിനത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല ദൈവം ഒരു രോഗിയെ സുഖപ്പെടുത്തുമെന്ന്. എന്നാൽ കർത്താവായ യേശു സാബത്ത് ദിനത്തിൻ്റെയും കർത്താവാണ്. അവിടുന്ന് നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. അവിടുന്ന് സൗഖ്യദായകനായ കർത്താവാണ്. അവിടുന്ന് നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമാണ്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന കർത്താവാണ്. അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഡോക്ടേഴ്സ് കൈവിട്ട ചികിത്സ ഇല്ലാത്ത രോഗങ്ങൾ, വൈദ്യചികിത്സ നിരസിച്ച രോഗങ്ങൾ കർത്താവിന് സുഖപ്പെടുത്താൻ സാധിക്കും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന, നിൻ്റെ രോഗം, അത് കർത്താവിന് സുഖപ്പെടുത്താൻ സാധിക്കും. ഒരുപക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ രോഗത്തിന് സൗഖ്യമില്ല. എന്നാൽ കർത്താവ് പറയുന്നു, മകനെ, മകളെ, നിൻ്റെ രോഗത്തിന് സൗഖ്യമുണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എന്നിലേക്ക് തിരികെ വരിക. നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ എന്നിലേക്ക് തിരികെ വരിക. ഈ നൊയമ്പുകാലം കർത്താവിലേക്ക് തിരികെ വരുവാൻ അവിടുന്ന് നമ്മെ കൂടുതലായി വിളിക്കുന്നു. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം കൂടുതലായി ലഭിക്കും. അതിനാൽ കർത്താവിൻ്റെ വചനം ഇന്ന് നമുക്ക് പാലിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം കർത്താവിൻ്റെ സൗഖ്യം നമുക്ക് സ്വീകരിക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെ വേദനകളെ, പ്രയാസങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, ചെയ്തു തീർക്കാനുള്ള ജോലികളെ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തികം ആവശ്യമുള്ള ചില മേഖലകൾ എല്ലാം ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് കർത്താവ് വലിയൊരു അത്ഭുതം നടത്തുന്നതിന്, വലിയൊരു രോഗശാന്തി നൽകുന്നതിന്, കർത്താവിൻ്റെ വലിയ ഇടപെടലുണ്ടാകുന്നതിന് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? യേശു പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് സാബത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ സാബത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം യേശു ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി. ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. ഫരിസേയർ അവിടെ നിന്ന് പോയി യേശുവിനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ ദിവസം നൽകി ഈ പുതിയ അനുഗ്രഹങ്ങളെ നേടുവാൻ
ഞങ്ങളെ വീണ്ടും നിൻ്റെ സന്നദ്ധിയിലേക്ക് വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പിതാവേ, അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഇന്ന് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്യാൻസറിൻ്റെ മുഴ കാരണം തലയിൽ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ വിഷ്ണു എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ അത്ഭുത കരം ആ മകനെ തൊട്ട് സ്പർശിക്കണമേ. നീ അവന് സുഖം കൊടുക്കണമേ, അവന് സൗഖ്യം കൊടുക്കണമേ. ദൈവമേ, നീ എല്ലാത്തിൻ്റെയും കർത്താവാണ്. നീ ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെയും കർത്താവാണ്, ഞങ്ങളുടെ ജീവൻ്റെ കർത്താവാണ്, ജീവിതത്തിൻ്റെ കർത്താവാണ്, ഞങ്ങളുടെ ശരീരത്തിൻ്റെ കർത്താവാണ്, ഞങ്ങളുടെ മനസ്സിൻ്റെ കർത്താവാണ്, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൻ്റെ കർത്താവാണ്. അതിനാൽ ഇന്ന് രോഗം ബാധിച്ച ഈ മകനെ, രോഗം ബാധിച്ച ഓരോരുത്തരെയും നീ തൊട്ട് സുഖപ്പെടുത്തണമേ. കർത്താവെ, ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടു പോയ എല്ലാവരെയും ഈ സമയം നീ സുഖപ്പെടുത്തണമേ. ക്യാൻസറിൻ്റെ കോശങ്ങൾ യേശുവേ, നിൻ്റെ അത്ഭുതം നിറയട്ടെ. അത്ഭുത സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ശ്രീലത എന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ, മറ്റ് അനേകം രോഗങ്ങളാൽ വേദനിക്കുന്ന ഈ മകളെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ. ഈശോയെ, മത്തായി താന്നിമൂട്ടിൽ വർക്കി എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പല രോഗങ്ങൾക്ക് അടിമപ്പെട്ട ഈ മകന് ദൈവമേ അത്ഭുത സൗഖ്യം നൽകണമേ. ഈശോയെ, ആ മകൻ്റെ ശരീരഭാഗത്ത് നിൻ്റെ കരം വെച്ച് ഇപ്പോൾ ആ മകന് സൗഖ്യം കൊടുക്കണമേ. ഫ്രാൻസിസ് ചാക്കോ എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റി കൂടുതലായി ദൈവത്തോട് ഒന്നിക്കുവാൻ, മറ്റെല്ലാം മറന്ന് ദൈവത്തെ സ്വന്തമാക്കുന്നതിനും ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധം ഇന്നു മുതൽ സ്ഥാപിക്കുന്നതിനും അദ്ദേഹത്തിന് കൃപ കൊടുക്കണമേ. കർത്താവെ, നീ മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കൂടെയുണ്ടാവുകയുള്ളൂ. അതിനാൽ ഞങ്ങൾ മനുഷ്യരിലോ അധികാരികളിലോ ഈ ലോകത്തെ ഒന്നിലും വിശ്വാസമർപ്പിച്ച് ഞങ്ങളുടെ സമയം പാഴാക്കാതെ ഞങ്ങളുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക, അവൻ്റെ വചനങ്ങൾ മാത്രം പാലിക്കുക, അവൻ്റെ വചനം മാത്രം കേൾക്കുക, അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തെ അനുസരിക്കുവാൻ, അവിടുത്തെ വചനം ഓരോന്നും അനുസരിക്കുവാനുള്ള കൃപ, പ്രത്യേകിച്ച് സുവിശേഷത്തിലൂടെ, പുതിയ നിയമത്തിൻ്റെ സുവിശേഷത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ള, നാം ചെയ്യണം എന്ന് ആജ്ഞാപിച്ചിട്ടുള്ള എല്ലാ വാക്കുകളും വചനവും നമുക്ക് പാലിക്കാനായി ശ്രമിക്കുക. കർത്താവ് വലിയ അനുഗ്രഹങ്ങളായിരിക്കും നൽകുന്നത്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡെബോറ എന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസിൻ്റെ വലിയ വേദനയിൽ നിന്ന് ഈ മകളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേൾക്കണമേ. തങ്കമാലക്സിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഴ്സി ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടെൽമായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. മേരി എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് നിൻ്റെ അത്ഭുത സൗഖ്യം കാണാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, കൈ ശോഷിച്ച ഒരു മകനെ സാബത്ത് ദിനത്തിൽ നീ സൗഖ്യപ്പെടുത്തി നിന്റെ നാമം മഹത്വപ്പെടുത്തി. കർത്താവേ, എല്ലാവരും നിന്നെ കുറ്റം പറയാൻ കാത്തിരിക്കുന്ന ആ സമയം പോലും നീ ആ മകനോട് കരുണ കാണിച്ചു. ദൈവമേ, മനുഷ്യന് അസാധ്യമെന്ന് ചിന്തിക്കുന്ന സാബത്ത് ദിനത്തിൽ പോലും, ഒന്നും ചെയ്യാൻ അനുവദനീയമല്ലാത്ത സാബത്ത് ദിനത്തിൽ പോലും നീ അവനെ സുഖപ്പെടുത്തി. അതിനാൽ കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന് വ്യക്തമാക്കുവാറ്. കർത്താവെ, നീ ഞങ്ങളെ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങേക്കെല്ലാം സാധ്യമാണ്, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സമയം രോഗികളായ ഓരോരുത്തരെയും കരം തൊട്ട് സുഖപ്പെടുത്തണമേ. പ്രത്യേകിച്ച്
രോഗം ബാധിച്ച കുഞ്ഞുമക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒട്ടിസം ബാധിച്ച ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷ്ണു സിദ്ധാർത്ഥിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജീവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. രജനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. ഈ സമയം രോഗികളായ ഓരോരുത്തരുടെയും മേൽ നിന്റെ കരം വെക്കണമേ. അവരുടെ രോഗം ബാധിച്ച എല്ലാ ശരീരഭാഗത്ത് നിന്റെ കരം വെച്ച് അത്ഭുത സൗഖ്യം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണമായി ആരോഗ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗത്തിൻ്റെ ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. ഇവരുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുഃഖവും ഭയവും ഇപ്പോൾ സൗഖ്യപ്പെടട്ടെ. യേശുനാമത്തിൽ ഡയബറ്റിക് രോഗികൾ സുഖം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ ചർമ്മരോഗികൾ സുഖം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ ക്യാൻസർ രോഗികൾ സുഖം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ കിഡ്നി രോഗികൾ സുഖം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളും സുഖം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ ഹൃദ്രോഗം സുഖപ്പെടട്ടെ. കർത്താവേ, ഏതൊക്കെ രോഗത്താലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ വേദനിക്കുന്നത്, ഇന്ന് ഒരു വലിയ അത്ഭുതം കാണാൻ, സൗഖ്യം കാണാൻ അവരെ നീ അനുഗ്രഹിക്കണമേ. നിനക്കൊരു സാക്ഷിയാകാൻ ഈ മക്കളുടെ ഈ രോഗത്തെ നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൈ ശോഷിച്ച മകനോട് കൈ നീട്ടുക എന്ന് നീ ആജ്ഞാപിച്ചപ്പോൾ തൽക്ഷണം ആ മകൻ കൈനീട്ടി സുഖം പ്രാപിച്ചു. മറ്റേ കൈ പോലെ തന്നെ ശോഷിച്ച കൈ രൂപാന്തരപ്പെട്ടു, സൗഖ്യപ്പെട്ടു. അത്രമാത്രം അത്ഭുതമാണ് നീ അന്ന് ചെയ്തത്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നും യേശുക്രിസ്തു ഒരുവൻ തന്നെയാണ്. അതിനാൽ ആദിയും അന്തവുമായ ജീവനും പുനരുത്ഥാനവുമായ ഈശോയെ, സൗഖ്യദായകനായ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. അത്ഭുത സൗഖ്യം നൽകണമേ. രോഗികളായ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വലിയ അത്ഭുതവും അനുഗ്രഹവും നീ ചൊരിഞ്ഞ് അവരെ അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. ഈശോയുടെ തിരുരക്തത്താൽ ഇപ്പോൾ രോഗികളായ ഓരോരുത്തരും തല മുതൽ പാദം വരെ യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ ശരീരഭാഗത്തിൽ മുഴുവൻ വ്യാപിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തം നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. യേശുവിൻ്റെ തിരുമുറിവുകളുടെ യോഗ്യതയാലെ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലെ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഇവരുടെ തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും രോഗാണുക്കളെയും എടുത്തുമാറ്റി, അസ്വസ്ഥത എടുത്തുമാറ്റി, വേദന എടുത്തുമാറ്റി, കർത്താവെ, നീർവീഴ്ച എടുത്തുമാറ്റി, ജോയിൻറ്റ് പെയിൻ എടുത്തുമാറ്റി, നടുവിന് വേദന എടുത്തുമാറ്റി, എല്ല് സംബന്ധമായ രോഗങ്ങൾ എടുത്തുമാറ്റി, രക്തസംബന്ധമായ രോഗങ്ങൾ എടുത്തുമാറ്റി, ഉദര സംബന്ധമായ രോഗങ്ങൾ എടുത്തുമാറ്റി ഇപ്പോൾ ഈ മക്കളെ സുഖപ്പെടുത്തണമേ. ശ്വാസകോശ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. പാപികളായ ഞങ്ങളോട് കരുണ തോന്നി നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്സും പ്ലസ് ടുവും മറ്റു ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകമായി ചില പ്രൊഫഷണൽ കോഴ്സുകളുടെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, അവരുടെ കൂടെ ഇരുന്ന് നീ അവരെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളിലും പോക്കിലും വരവിലും നിൻ്റെ അത്ഭുത കരം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും മക്കളുടെ പരീക്ഷയിൽ എല്ലാം നീ വിജയം നൽകി കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്ന് രോഗികളായ എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ കരം വെച്ച് അത്ഭുത സൗഖ്യമുണ്ടാകുന്നതിന് അമ്മേ മാതാവേ, ഓരോ രോഗിക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. അത്ഭുത സൗഖ്യം ഇന്നിവർക്ക് കൊടുക്കണമേ.
ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം നൽകി, ആരോഗ്യം നൽകി, ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. രോഗികളായവർക്ക് ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കണം. കർത്താവ് അത്ഭുത സൗഖ്യം നൽകി അവരെയും അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ.